इस वक्त की बड़ी खबर आपको बता दें, पश्चिम बंगाल के राज्यपाल होंगे डॉक्टर सीवी आनंद बोस। राष्ट्रपति ने सीवी बोस को राज्यपाल నియుక్తి किया है। పశ్చిమ బెంగాల్కు కేంద్ర ప్రభుత్వం కొత్త గవర్నర్ నియమించింది. నూతన గవర్నర్గా మాజీ ఐఏఎస్ అధికారి సివి ఆనంద బోస్ను నియమిస్తున్నట్లు రాష్ట్రపతి ద్రౌపది ముర్ము కార్యాలయం ప్రకటన విడుదల చేసింది. പശ്ചിമ ബംഗാൾ ഗവർണറായി മുൻ IAS ഉദ്യോഗസ്ഥനും മുതിർന്ന ബ്യൂറോക്രാറ്റ് കൂടിയായ ഡോക്ടർ സിവി ആനന്ദ ബോസിനെ രാഷ്ട്രപതി നിയമിച്ചിരിക്കുകയാണ്. మాజీ ఐఏఎస్ అధికారి డాక్టర్ సివి ఆనంద్ బోస్ను నూతన గవర్నర్గా నియమిస్తూ മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ സിവി ആനന്ദ ബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ. സിവി ആനന്ദ ബോസ് ബംഗാൾ എനിക്ക് അപരിചിതമായ ഒരു സ്ഥലമല്ല. डॉक्टर सीवी आनंद बोस సివి ఆనంద్ బోస్ బెంగాల్ పశ్చిమ బెంగాల్ గవర్నర్. సివి ఆనంద్ బోస్ బెంగాల్ కు రెగ్యులర్ గవర్నర్ గా కొనసాగుతారని పేర్కొన్నారు. తక్కిట తచ్చం కిడతకి జం తత్తణం తత్తరం తక్కిట తత తంగిడతకి తరిగిడతకి കലകൾ കാലത്തിന്റെ കണ്ണാടിയാണ്. വൈവിധ്യമാർന്ന നിരവധി കലകളാലും കലാകാരന്മാരാലും സമ്പന്നമാണ് നമ്മുടെ ഭാരതം. മണ്ണിൽ നൂറുമേനി വിളവൊരുക്കിയ കർഷകരുടെ ഭാരതം. നൂറ്റാണ്ടുകളുടെ കലാസാംസ്കാരിക കാർഷിക പാരമ്പര്യമുള്ള നമ്മുടെ നാട് നാളെയുടെ പ്രതീക്ഷയുമായി മുന്നേറവേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി കടന്നുവന്ന കോവിഡ് മഹാമാരിയിൽ നമ്മുടെ രാജ്യവും പകച്ചുനിന്നു. ആ സമയത്ത് മലയാളിയായ ഒരു IASകാരൻ നൽകിയ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ നയങ്ങളുടെ ഭാഗമായി മാറുകയുണ്ടായി. ഈ അഭിമാന മുഹൂർത്തം നമുക്ക് സമ്മാനിച്ച ആ IAS ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ സിവി ആനന്ദ ബോസ്. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ധാരാളം പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനകീയനായ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടിയെടുക്കുകയായിരുന്നു ഈ IASകാരൻ. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനുള്ള ഏകാംഗ കമ്മീഷനായി ഗവൺമെന്റ് സിവി ആനന്ദ ബോസിനെ നിയമിച്ചു. അന്യദേശ തൊഴിലാളികളുടെ ദേശീയ രജിസ്ട്രേഷൻ തുടങ്ങി അദ്ദേഹം നൽകിയ ശുപാർശകൾ ഗവൺമെന്റ് നടത്തിവരികയാണ്. കർഷകർ, തൊഴിലാളികൾ തുടങ്ങിയവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആനന്ദബോസ് അവർക്ക് വേണ്ടി നിരന്തരം തൂലികയിലൂടെ പൊരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ചിലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിക്കുവാനുള്ള നിർമ്മിതി കേന്ദ്രങ്ങളുടെ ഉപജ്ഞാതാവും ആനന്ദബോസ് തന്നെയായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഇതിനെ ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകയായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ശ്രീ ആനന്ദബോസിന്റെ സൃഷ്ടി തന്നെയാണ്. വയലിൽ നിന്ന് വയലിലേക്ക്, ഗ്രാമോത്സവം, ധന്വന്തരി കേന്ദ്രം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, പ്രിയദർശിനി മോട്ടോർ സർവീസ് തുടങ്ങി 50-ൽ പരം പുതിയ പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. കലയെയും സാഹിത്യത്തെയും ഏറെ സ്നേഹിച്ച ഇദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും നിരവധി കവിതകളും ഗാനങ്ങളും പിറവിയെടുത്തിട്ടുണ്ട്. KS ചിത്ര, കാവാലം ശ്രീകുമാർ തുടങ്ങിയവരുടെ ശബ്ദത്തിൽ ഇവയിൽ ചിലത് റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ആകാശദേശത്തിലാം ഗംഗയെ ജടയിലായി പാറമങ്ങൊളിപ്പിച്ച പരമേശ്വരൻ പോലും. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവുമായി ആത്മബന്ധമുള്ള മാന്നാനം ചിറ്റേഴം കുടുംബത്തിൽ പരേതനായ ശ്രീ PK വാസുദേവൻ നായരുടെയും പത്മാവതി അമ്മയുടെയും മകനായി
1951 ജനുവരി 2 ആനന്ദബോസ് ജനിച്ചു. കുട്ടിക്കാലം മുതലേ കലയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മുൻപനായിരുന്നു അദ്ദേഹം. ദീപിക ബാലസഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം സ്ഥാനമേറ്റെടുത്തിട്ടുണ്ട്. IAS ശേഷം ഹാബിറ്റാറ്റ് ആൻഡ് എൻവൈറൺമെന്റിൽ PhD-യും എടുത്തു. തന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടറുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ടായിരുന്നു. പിന്നീട് കാസർഗോഡ് സബ് കളക്ടറായും കൊല്ലം ജില്ലാ കളക്ടറായും കൂടാതെ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. കലാകാരന്മാരുടെ നന്മയും ക്ഷേമവും സമഗ്ര വികസനവും മുന്നിൽ കണ്ട് ഇന്ത്യയിൽ ആദ്യമായി കലാകാരന്മാർക്ക് വേണ്ടി കലാക്രാന്തി എന്ന റിപ്പോർട്ട് ശ്രീ ആനന്ദബോസ് സമർപ്പിച്ചു. തന്റെ സത്യസന്ധമായ ഔദ്യോഗിക ജീവിതത്തിൽ എന്നും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കാര്യങ്ങൾക്കായി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഹരിജൻ, ഗിരിജൻ, സ്ത്രീജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു. 15 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 100-ലധികം സമ്മാനങ്ങൾ സർവകലാശാലാ തലത്തിൽ നേടിയ ആനന്ദബോസ് ഒരു ഉജ്ജ്വല വാഗ്മി കൂടിയാണ്. I thought I was supposed to speak to you in my mother tongue. UN ഉപദേശക പദവിയുള്ള ഹാബിറ്ററ്റ് അലയൻസിന്റെ ചെയർമാനായ അദ്ദേഹം ദേശീയ നയരൂപീകരണ വിദഗ്ധനായി തുടരുന്നു. ചീഫ് സെക്രട്ടറി റാങ്കിൽ വിരമിച്ച ആനന്ദബോസ് കേന്ദ്ര സെക്രട്ടറിയായും വൈസ് ചാൻസലറായും ജനീവയിലെ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ സേൺ ലബോറട്ടറിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരവും ജവഹർലാൽ നെഹ്റു ഫെലോഷിപ്പും ഇന്ത്യ ഗവൺമെന്റിന്റെ ഹാബിറ്റാറ്റ് അവാർഡും സ്വാതിതിരുനാൾ പുരസ്കാരവും ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ 31ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ആനന്ദബോസിന്റേതായി മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി 45 പുസ്തകങ്ങൾ ഉൾപ്പെടെ 300ഓളം പ്രസിദ്ധീകരണങ്ങളുണ്ട്. കേരള സർക്കാർ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ തുടങ്ങിയ ചാവറ ചെയറിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം. UN-ൽ ആദ്യമായി ചാവറ പിതാവിനെ കുറിച്ച് പ്രസംഗിക്കുകയും അത് ചാവറ പിതാവിനെ പരസ്യമായി പ്രകീർത്തിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രേരണയാവുകയും ചെയ്തു. ചാവറ കൾച്ചർ സെന്ററിനെ UN ഉപദേശക പദവിയിലെത്തിക്കുവാൻ നിർണായക പങ്കുവഹിച്ചതും ശ്രീ ആനന്ദബോസ് ആയിരുന്നു. ലോകമെമ്പാടും യാത്രകൾ ചെയ്ത് നേടിയ അറിവുകൾ ഭാരത ജനതയ്ക്കായി പകർന്നു നൽകുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അണുശക്തി കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച സമയത്ത് താനുമായി ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാമിന്റെ നിർദ്ദേശപ്രകാരം അത്യാധുനിക എഡ്യൂട്ടൈൻമെന്റ് ടെലിവിഷൻ സ്റ്റുഡിയോ സ്ഥാപിച്ചു. ഇത് രാജ്യത്തിനായി സമർപ്പിച്ചതും ശ്രീ അബ്ദുൽ കലാം തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രകൃതി സംരക്ഷണ മാതൃകയ്ക്ക് സിംഗപ്പൂർ നൽകുന്ന ആഗോള അവാർഡാണ് ആനന്ദബോസിന് ലഭിച്ച ഗ്രീൻ മാനേജ്മെന്റ് എക്സലൻസ് അവാർഡ്. പരിസ്ഥിതിക്കിണങ്ങുന്ന ഭവന നിർമ്മാണം, ജലാശയങ്ങളുടെ സംരക്ഷണം, മഴവെള്ള സംഭരണം, ആഗോള താപനം നിയന്ത്രിക്കുവാനുള്ള നൂതന മാർഗങ്ങൾ എന്നിവയുടെ പേരിലാണ് ആനന്ദബോസിന് അവാർഡ് ലഭിച്ചത്. UN-ഉം ജർമ്മനിയും ചേർന്ന് എഫിഷ്യന്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിന് നൽകുന്ന ബ്രഹ്മൻ അവാർഡ് UNEP, അതായത് UN പരിസ്ഥിതി വിഭാഗത്തലവനായ ക്ലൗസ് ടോഫർ ആനന്ദബോസിന് നൽകുകയുണ്ടായി. 35 വർഷങ്ങൾക്ക് മുൻപ് ആനന്ദബോസ് തുടങ്ങിവെച്ച പല കാര്യങ്ങളും ഇന്ന് കേരളത്തെയും ഇന്ത്യയെയും മാറ്റിമറിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹൗസ് ബോട്ട്, ഹോം സ്റ്റേ എന്നിവ ആനന്ദബോസ് സ്ഥാപിച്ച കൊല്ലത്ത് തുടങ്ങിയ ടൂറിസം കൗൺസിലാണ് ആദ്യമായി നടപ്പിലാക്കിയത്. മരുന്നുകൾ 40% വില കുറച്ച് ജനങ്ങൾക്ക് നൽകുന്ന ന്യായവിലക്കടകൾ 1985 ആനന്ദബോസ് ധന്വന്തരി കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കി. ഡൽഹിയിലെ നാഫെഡ് എന്ന ദേശീയ സ്ഥാപനം അഴിമതിയിലേക്കും നഷ്ടത്തിലേക്കും കൂപ്പുകുത്തിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കുവാനും സംരക്ഷിക്കുവാനും പ്രധാനമന്ത്രി ആനന്ദബോസിനെ ചുമതലപ്പെടുത്തി. അത്ഭുതകരമായ മാറ്റമാണ് ആനന്ദബോസ് വരുത്തിയത്. കുതിച്ചു കയറുന്ന ഉള്ളിവില പിടിച്ചു നിർത്തി റെക്കോർഡ് സൃഷ്ടിച്ച ആനന്ദബോസ് ഇന്ത്യയിൽ ആദ്യമായി കുറഞ്ഞ ചെലവിൽ പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകിയ ആനന്ദബോസിന് ഹാബിറ്റാറ്റ് അവാർഡ് നൽകി രാജ്യം ആദരിച്ചു.
ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമോത്സവ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ആനന്ദബോസ് കാസർഗോഡ് സബ് കളക്ടറായിരിക്കുമ്പോഴാണ്. ഇത് ഗവൺമെന്റ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. ഭാര്യ ശ്രീമതി ലക്ഷ്മി ആനന്ദബോസ് കുടുംബവക എസ്റ്റേറ്റ് നോക്കി നടത്തുന്നു. ദിവംഗതയായ മകൾ നന്ദിത ബോസ് എഴുത്തുകാരിയും നർത്തകിയും ചിത്രകാരിയുമായിരുന്നു. മകൻ വാസുദേവ് ബോസ് ലോസ് ഏഞ്ചൽസിലെ സ്റ്റെല്ല അറ്റ്ലർ ആക്ടിംഗ് സ്റ്റുഡിയോയിലെ അഭിനയ വിദ്യാർത്ഥിയാണ്. ചെറുമകൻ അദ്വൈത് നായർ എന്ന അക്കു ഡൽഹിയിലെ പ്രസിദ്ധമായ ശിവനാടർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശ്രീ ആനന്ദബോസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ പ്രിയങ്കരനാകുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. IAS നിന്നും വിരമിച്ച ശേഷവും പ്രതിഫലമൊന്നും കൂടാതെ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഉന്നത പദവികൾ ഏറ്റെടുത്ത് ശ്രീ ആനന്ദബോസ് നാടിനായി തന്റെ ജീവിതവും സേവനവും സമർപ്പിക്കുകയാണ്. ഭാരതത്തിന്റെ സംസ്കാരം ലോകത്തെ വിളിച്ചറിയിക്കുന്ന കലകൾക്കും കലാകാരന്മാർക്കുമൊപ്പം എന്നും നിലകൊള്ളുന്ന സഹൃദയൻ. വിദ്യയിലും സമ്പത്തിലും എന്നും താഴെത്തട്ടിൽ നിൽക്കുന്ന ഭാരതത്തിന്റെ വിശപ്പകറ്റുന്ന കർഷകർക്കൊപ്പം എന്നും കൂടെ നടക്കുന്ന മനുഷ്യസ്നേഹി. തൊഴിലാളികൾക്കൊപ്പം അവരുടെ നൊമ്പരങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ശ്രീ CV ആനന്ദബോസ്. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികൾ അനവധിയാണ്. മികവുറ്റ സേവനങ്ങളാൽ ആശയങ്ങളുടെ തമ്പുരാനെന്ന് കേരളവും, മാൻ ഓഫ് ഐഡിയാസ് എന്ന് പ്രധാനമന്ത്രി മോദിജിയും, ഇൻസ്പയർഡ് സിവിൽ സർവന്റ് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഈ അപൂർവ പ്രതിഭയ്ക്ക് വിശേഷണങ്ങൾ നൽകി. ഒന്നാമത്തെ കർത്തവ്യം ജനങ്ങളോട്, രണ്ടാമത്തെ കർത്തവ്യം ജനങ്ങളോട്, മൂന്നാമത്തെ കർത്തവ്യവും ജനങ്ങളോട് എന്ന സമൂഹത്തോടുള്ള തന്റെ സേവന സന്നദ്ധത വ്യക്തമാക്കുന്ന ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഭാരതമൊന്നാകെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പുതിയ ആശയങ്ങളും നന്മകളുമായി നമ്മളോടൊപ്പം നമുക്ക് വഴികാട്ടിയായി ഇനിയും ഒരുപാട് ദൂരം ഈ പ്രതിഭ സഞ്ചരിക്കട്ടെ. അദ്ദേഹത്തോടൊപ്പം ഭാരത ജനതയുടെ പ്രതീക്ഷകളും.